ഹേ ഗായ്സ്, വെൽക്കം ടു മൂവി എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആട്ടം എന്ന 2024 പുറത്തിറങ്ങിയ സസ്പെൻസ് ഡ്രാമ മലയാളം മൂവിയാണ്. സിനിമയ്ക്ക് 2023 ഗ്രാൻഡ് ജൂറി അവാർഡ് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ കിട്ടിയതാണ്. സിനിമയുടെ വൺ ലൈനർ എന്നത് ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് ആരോപണമാണ്. അഞ്ജലി എന്ന ഒരു ഡ്രാമ കമ്പനി നായിക ഒരു രാത്രി ഡ്രാമയ്ക്ക് ശേഷം റിസോർട്ടിൽ മുറിയെടുത്ത് താമസിക്കുന്നു. ആ റിസോർട്ടിൽ തന്നെ കൂടെ അഭിനയിക്കുന്നവരുമുണ്ട്. എന്നാൽ അതിൽ ഒരാൾ ആ രാത്രി അഞ്ജലിയോട് മര്യാദയില്ലാതെ പെരുമാറുന്നു. ഇവൾ പിറ്റേന്ന് ഇത് എല്ലാവരോടും പറയുന്നു. അത് ബാക്കിയുള്ളവർ വിശ്വസിക്കുമോ ഇല്ലയോ എന്നതിനെ ചുറ്റിപ്പറ്റിയാണ് ഈ സിനിമ. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതായത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാനായി ഒരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള സ്കില്ലുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പിൻ കമൻറ്റിലോ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് വോയിസ് ഓവർ എന്ന് മെസ്സേജ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ പ്രീവിയസ് വർക്കും കൂടി സെൻഡ് ചെയ്യുക. സിനിമയുടെ തുടക്കത്തിൽ അഞ്ജലിയെ കാണിക്കുന്നു. കൂടെ 12 ആക്ടേഴ്സുമുണ്ട്. സോ അഞ്ജലിയുടെ ചെറുപ്പം തൊട്ടേ പരിചയമുള്ളവരാണ് ഇവർ. ഡ്രാമയുടെ ലീഡ് ആക്ടർ ഹരിയാണ്. ഹരിക്ക് അഞ്ജലിയിൽ ഒരു കണ്ണുണ്ട്. എപ്പോഴും ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കാണിക്കുന്നത് വിനയാണ്. അവൻ ഹരിക്ക് മുമ്പേ ഡ്രാമ കമ്പനിയിൽ ജോയിൻ ചെയ്തതാണ്. വിനയ്ക്കാണ് ലീഡ് റോൾ കിട്ടാനിരുന്നത്. എന്നാൽ ഹരിയുടെ പോപ്പുലാരിറ്റി കാരണം ഹരിക്കാണ് ഇതെല്ലാം കിട്ടുന്നത്. ഇതിൽ വിനയ്ക്ക് വലിയ ദേഷ്യം ഉണ്ട്. പിന്നെ നമ്മുടെ അഞ്ജലിയെ കാണിക്കുന്നുണ്ട്. അഞ്ജലിയും വിനയുമായിട്ട് 1 വർഷമായി റിലേഷൻഷിപ്പിലാണ്. പിന്നെ ഗോകുൽ എന്ന ആളെ കാണിക്കുന്നുണ്ട്. ഗോകുൽ എന്നത് ഡ്രാമ കമ്പനിയിലെ ഒരു ആക്ടറാണ്. അയാൾക്ക് അഞ്ജലിയെ ഇഷ്ടമാണ്. വിനയും അഞ്ജലിയും റൊമാൻറ്റിക് സീൻ റിഹേഴ്സൽ ചെയ്യുന്നത് വേറെ ഒരാൾ കാണുന്നുണ്ട്. പിന്നെ ഡ്രാമ കമ്പനിയിലെ മാസ്റ്ററിനെ കാണിക്കുന്നുണ്ട്. പുള്ളി ഇവർക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഡ്രാമ കാണാൻ ഇംഗ്ലണ്ടിൽ നിന്നും ഒരു കപ്പിൾ വരുന്നുണ്ടെന്ന് നമ്മുടെ ഹരി പറയുന്നുണ്ട്. അവർക്ക് ഇഷ്ടമായാൽ ഇവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി കൊടുത്ത് ഇവരെ ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും കൊണ്ടുപോകുമെന്നും ഹരി പറയുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. 13 പേരെയും എല്ലാവർക്കും ഇഷ്ടമായി. 13 പേരെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് കപ്പിൾ പറയുന്നുണ്ട്. അങ്ങനെ ഈ കപ്പിൾസ് ഇവരെ ഒരു റിസോർട്ടിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അഞ്ജലിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണ്. ഡ്രാമ കമ്പനിയിലുള്ള ഒരു ആക്ടറിൻ്റെ വൈഫ് കൂടെ നിൽക്കാമെന്ന് പറയുന്നു. ഗോകുൽ സംസാരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ പിന്നെ റിസോർട്ടിൽ വെച്ച് സംസാരിക്കാം എന്ന് അഞ്ജലി പറയുന്നു. അങ്ങനെ അവർ റിസോർട്ടിലെത്തി. വിനയ് മാസ്റ്ററിനോട് സംസാരിക്കാൻ വരുന്നു. എന്നിട്ട് താനാണ് ഹരിയേക്കാൾ നല്ലതുപോലെ അഭിനയിച്ചത് എന്ന് പറയുന്നു. എന്നാൽ മാസ്റ്റർ പറയുന്നു, ഹരി കാരണമാണ് നമുക്ക് ഡ്രാമ കിട്ടുന്നത്. അവൻ ഉള്ളതുകൊണ്ടാണ് പട്ടിണിയില്ലാതെ നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്ന്. ഹരി നല്ലവനാണ്. അയാൾ ഗോകുലിന് പൈസ കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അഞ്ജലി വിനയെ സമാധാനിപ്പിക്കുന്നു. പിന്നെ അവിടെ കുറച്ച് റൊമാൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇവരെല്ലാവരും പൂൾ പാർട്ടിയിലേക്ക് വരുന്നു. എല്ലാവരും ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ കൂട്ടത്തിൽ കല്യാണം കഴിച്ച ഒരാൾ ഭാര്യയെ വീഡിയോ കോൾ ചെയ്ത് താൻ കുടിക്കുന്നില്ല എന്ന് പറയുന്നു. പൂൾ പാർട്ടിയിലെ എല്ലാവരെയും ഹരി തൂക്കി വെള്ളത്തിലിടുന്നു. അഞ്ജലിയും വെള്ളത്തിൽ ഇട്ടു. വിനയ്ക്ക് അത് ഇഷ്ടമായില്ല. പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വിനയ് പറയുന്നു. അങ്ങനെ അഞ്ജലി റൂമിലേക്ക് പോകുന്നു. റൂമിലേക്ക് പോകുന്ന വഴി ഗോകുലിനെ കാണുന്നു. ഗോകുൽ സംസാരിക്കാൻ വരുമ്പോൾ ഗോകുലിനെ അഞ്ജലി അവോയ്ഡ് ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരെയും കാണിക്കുന്നുണ്ട്. ഹരി രാത്രി ഉറങ്ങാൻ കിടക്കുകയാണ്. ഹരിയുടെ കാറിൻ്റെ കീ വേറെ ഒരു ആക്ടർ ചോദിക്കുമ്പോൾ അയാൾക്ക് എടുത്തു കൊടുക്കുന്നു. കല്യാണം കഴിച്ച ആക്ടർ ഭാര്യയെ വിളിച്ച് വീഡിയോ കോൾ ചെയ്തിരിക്കുകയാണ്. അഞ്ജലിയുടെ റൂമിൽ വേറെ ഒരു സ്ത്രീയുമുണ്ട്. അവരുടെ മകൾക്ക് വയ്യാത്തത് കൊണ്ട് അവൾ AC ഓഫാക്കും. അങ്ങനെ കുറച്ച് കാറ്റിന് വേണ്ടി ജനൽ തുറന്നിടുകയാണ് അഞ്ജലി. അതിനുശേഷം സോഫയിൽ കിടന്നുറങ്ങുന്നു. 2:30 ഒരു ഭയങ്കര സംഭവം നടക്കുന്നത്. അഞ്ജലി രാവിലെ തന്നെ സംഭവത്തിന് ശേഷം പോകുന്നു. വിനയെ കാണുന്നില്ല. വിനയ് അതുകൊണ്ട് തന്നെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അഞ്ജലി ഫോൺ എടുക്കുന്നില്ല. പിറ്റേന്ന് വേറെ ജോലിക്ക് പോകുന്നു വിനയ്. അപ്പോഴും ഫോൺ ചെയ്യുന്നു. പക്ഷേ അഞ്ജലി ഫോൺ എടുക്കുന്നില്ല. 2 ദിവസമായിട്ട് ഫോൺ എടുക്കുന്നില്ല. പിന്നീട് വിനയുടെ പേഴ്സണൽ ലൈഫ് കാണിക്കുന്നുണ്ട്. വിനയ്ക്ക് ഒരു വൈഫുണ്ട്. 6 മാസമായിട്ട് അവർ തമ്മിൽ നല്ലൊരു റിലേഷൻ അല്ല. അവർ തമ്മിൽ പിണക്കമാണ്. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തിട്ടുമുണ്ട്.
എന്നിട്ടാണ് അഞ്ജലിയെ പ്രണയിക്കുന്നത്. അങ്ങനെ അവസാനം അഞ്ജലിയെ കാണുമ്പോഴാണ് അവൾ ഈ കാര്യം പറയുന്നത്, അന്ന് രാത്രി എന്താണ് സംഭവിച്ചതെന്ന്. അഞ്ജലിയെ ജനലിലൂടെ ആരോ കൈയിട്ട് അഞ്ജലിയെ തെറ്റായി സ്പർശിച്ചു. തെളിവുകളെല്ലാം ഹരിക്ക് എതിരാണ്. അഞ്ജലി പറഞ്ഞു ആരോടും പറയണ്ട എന്ന്. എന്നാൽ വിനയ്ക്ക് ഇത് വലിയ പ്രശ്നമാക്കണം. അങ്ങനെ വിനയ് മദൻ എന്ന സീനിയർ ആക്ടറിനെ കാണാൻ ചെല്ലും. എന്നിട്ട് എല്ലാം പറയും. അങ്ങനെ മദൻ പറയും എന്തായാലും എല്ലാവരോടും ഇത് സംസാരിച്ച് ഹരിക്ക് എതിരെ ആക്ഷൻ എടുക്കണമെന്ന്. കേസ് കൊടുക്കാതെ നമുക്ക് തമ്മിൽ സംസാരിച്ച് തീർക്കാം എന്ന് പറയും. അങ്ങനെ സൺഡേ മീറ്റിങ്ങിന് വിളിക്കും. എന്നിട്ട് എല്ലാവരടുത്തും ഈ കാര്യം പറയും. പക്ഷെ എല്ലാവർക്കും ഡൗട്ട്, രാത്രി എങ്ങനെ ഹരി ആണ് എന്ന് അഞ്ജലിക്ക് മനസ്സിലായി എന്നൊക്കെ. വിനയ്ക്ക് ഇത് കേട്ട് ദേഷ്യമാണ് വന്നത്. എന്നിട്ട് ഹരിക്കെതിരെ ആക്ഷൻ എടുക്കണം എന്ന് വിനയ് ഡിമാൻഡ് ചെയ്യും. അങ്ങനെ ഗോകുലും അത് സപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഗ്രൂപ്പിലെ ഫോമൽ ഡ്രസ് ഇട്ട ആൾ പറയുന്നു ഞാൻ ഒരിക്കൽ അഞ്ജലിയെ പെണ്ണ് കാണാൻ പോയതാണ്. അപ്പോൾ അഞ്ജലി പറഞ്ഞു ഞാൻ കഞ്ചാവടിക്കാരനാണ് എന്നൊക്കെ. അതുകൊണ്ട് കള്ളം പറയുന്നവളാണ് അഞ്ജലി എന്ന് പറയും. എന്നാൽ ഇത് ഒരു സെൻസിറ്റീവ് കാര്യമാണ്. അങ്ങനെയുള്ള കാര്യം ഒരു സ്ത്രീയും ഇങ്ങനെ കള്ളം പറയില്ല എന്ന് ബാക്കിയുള്ളവർ പറയും. എല്ലാവരെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വിനയ്. ഹരിക്കെതിരെ എങ്ങനെയെങ്കിലും ഈ കേസുകളെല്ലാം കെട്ടിവെച്ച് അവനെ പുറത്താക്കണം എന്നാണ് വിനയുടെ ആഗ്രഹം. CCTV ചെക്ക് ചെയ്യാം എന്ന് അവിടെ ഒരു സജഷൻ വരും. എന്നാൽ CCTV ചെക്ക് ചെയ്യണമെങ്കിൽ കേസ് കൊടുക്കണം. കേസ് കൊടുത്താൽ എല്ലാം വഷളാകും എന്ന് എല്ലാവരും പറയുന്നു. നമ്മുടെ ഫ്യൂച്ചറിനെയും ഇത് അഫക്റ്റ് ചെയ്യും എന്നും അവർ പറയുന്നു. വേറെ മഞ്ഞ ഷർട്ടിട്ട ഒരാളും വിനയും തമ്മിൽ അഞ്ജലിയുടെ കാര്യം സംസാരിക്കുന്നുണ്ട്. അഞ്ജലിക്ക് നേരത്തെ ഒരു കൺഫ്യൂഷൻ വന്ന കാര്യവും വിനയും ഈ മഞ്ഞ ഷർട്ടിട്ട ആളും സംസാരിക്കുന്നു. അത് ഹരിയാണോ അല്ലയോ എന്നത് അഞ്ജലിക്ക് ഇപ്പോഴും സംശയമാണ് എന്നിവർ ഡിസ്കസ് ചെയ്യും. മദന് എങ്ങനെയെങ്കിലും CCTV ഫൂട്ടേജ് കിട്ടണം. അതിനുവേണ്ടി അയാൾ തൻ്റെ വാച്ച് റിസോർട്ടിൽ വെച്ച് മറന്നുപോയി CCTV ചെക്ക് ചെയ്യണം എന്ന് റിസോർട്ടുകാരെ അറിയിക്കും. റിസോർട്ടുകാർ അത് നോക്കിയിട്ട് പറയാം എന്ന് അറിയിക്കും. അങ്ങനെ ഈ ആക്ടേഴ്സ് എല്ലാം ഹരിക്കെതിരായിട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ എല്ലാവരും സൈൻ ചെയ്യുന്നുമുണ്ട്. എന്നാൽ ഒരാൾ മാത്രം അതിൽ സൈൻ ചെയ്യുന്നില്ല. അയാൾക്ക് അഞ്ജലിയെ ക്വസ്റ്റ്യൻ ചെയ്യണം, കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടി എന്ന് അയാൾ പറയും. അങ്ങനെ കൂട്ടത്തിൽ മുതിർന്ന സെൽവൻ എന്നയാൾ അഞ്ജലിയെ അവിടേക്ക് വിളിക്കും. അങ്ങനെ സെൽവൻ വിളിക്കുന്ന കാര്യം വിനയ് അഞ്ജലിക്ക് ടെക്സ്റ്റ് ചെയ്യും. എന്നിട്ട് ഫോൺ എടുക്കരുത് എന്ന് പറയും. എന്നാൽ അഞ്ജലി കോൾ എടുക്കും. അഞ്ജലിയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വിനയെ ഇവർ പറഞ്ഞയക്കും. അതേസമയം ആക്ടേഴ്സ് ഫുഡ് കഴിക്കാൻ നേരത്ത് ഹരി വിളിച്ചിട്ട് മദനോട് ഒരു കാര്യം പറയും, ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എന്ന് പറയും. അങ്ങനെ മദൻ എല്ലാവരോടും അവിടെ നിന്ന് മാറാൻ പറയും. എല്ലാവരെയും അവിടെ നിന്ന് മാറ്റും. ഹരി അങ്ങോട്ടേക്ക് വന്നിട്ട് ആ സന്തോഷ വാർത്ത പറയും. ഇവർക്ക് യൂറോപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരു അവസരം സെറ്റായിട്ടുണ്ട്. 90 ദിവസത്തെ ട്രിപ്പാണത്. ഇംഗ്ലണ്ട്, സ്വിറ്റ്സർലാൻഡ്, ഫിൻലൻഡ് നാട്ടിൽ പോയി ഒരു ഡ്രാമ കളിക്കാനുള്ള അവസരമാണത്. 3 മാസത്തേക്ക് 8 ലക്ഷം രൂപയാണ് ഓരോരുത്തർക്ക് കിട്ടാൻ പോകുന്നത് എന്ന് ഹരി പറയും. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇങ്ങനെയുള്ള ഹരിയെ പുറത്താക്കാൻ പറ്റില്ല എന്ന് അവർ തീരുമാനിക്കും. വിനയ് അഞ്ജലിയെ എങ്ങനെ ഹരിക്ക് എതിരായി സംസാരിക്കണം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കും. ഒരുപാട് കള്ളം പറയുന്നതിൽ അഞ്ജലിക്ക് വിഷമമുണ്ട്. വിനയ് അവിടെ എത്തിയ സമയത്ത് ഹരി വന്നിട്ട് യൂറോപ്പ് ട്രിപ്പിൻ്റെ പറഞ്ഞ കാര്യം എല്ലാവരും പറയും. വിനയ് ഇത് കേട്ട് ഞെട്ടിപ്പോകും. മദൻ അഞ്ജലിയോട് എല്ലാ കാര്യങ്ങളും ചോദിക്കും. കാരണം എല്ലാവരും അന്ന് ഡ്രിങ്ക്സ് കുടിച്ചിരുന്നു. സോ പറയുന്ന കാര്യങ്ങൾ കൺഫേം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഇവരെല്ലാവരും ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത കാര്യം ഇവർ പറയുന്നു. എന്നാൽ ഡ്രാമ കമ്പനിയുടെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി ഒത്തുതീർപ്പാക്കുന്നതിനെക്കുറിച്ച് ഇവർ സംസാരിക്കുന്നു. എത്ര മണിക്കാണ് ഈ സംഭവം നടന്നത് എന്ന് ചോദിക്കുമ്പോൾ 2:30 എന്ന് അഞ്ജലി പറയുന്നു. അപ്പോൾ നേരത്തെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്ന ആൾ അയാളുടെ വീഡിയോ കോളിൻ്റെ സ്ക്രീൻഷോട്ട് കാണിക്കുന്നു. അതിൽ ഉറങ്ങുന്ന ഹരിയെ കാണുന്നുണ്ട്. സോ അപ്പോൾ ഹരി അന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് ഇവർ എല്ലാവരും പറയും. അഞ്ജലി ഇത് കേട്ടിട്ട് വിനയോട് ദേഷ്യപ്പെടും. വിനയ് പറഞ്ഞിട്ടാണ് അഞ്ജലി ഹരിക്ക് എതിരായിട്ട് കാര്യങ്ങൾ പറഞ്ഞതെന്നും ഹരിയാണ് അത് ചെയ്തത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് എന്നും പറയും. എന്നിട്ട് അന്ന് തന്നെ സ്പർശിച്ച ആളുടെ കാറിൻ്റെ താക്കോൽ അയാൾ കളഞ്ഞിട്ടാണ് പോയത് എന്നും പറയും. ഇത് ഹരിയുടെ കാറിൻ്റെയാണ് എന്ന് എല്ലാ ആക്ടേഴ്സും പറയും. ഇപ്പോൾ എല്ലാവരും ഹരിക്ക് എതിരാണ്, ഹരിയെ സംശയിക്കുന്നു. എന്നാൽ ഹരിയുടെ കാറിൻ്റെ താക്കോൽ മഞ്ഞ ഷർട്ടിട്ട ആള് അന്ന് രാത്രി വാങ്ങിച്ച കാര്യം എല്ലാവരും നോട്ടീസ് ചെയ്യുന്നു.
ഹരിയുടെ കാറിൻ്റെ താക്കോൽ അവനാണ് എടുത്തത് എന്ന് എല്ലാവരും പറയുമ്പോൾ അവൻ പറയുന്നു, ഞാൻ എടുത്തിട്ടില്ല, അന്ന് എനിക്ക് തലവേദന ആയതുകൊണ്ട് തൈലം വാങ്ങിക്കാൻ വേണ്ടി ഒരു മുറിയിൽ പോയി. സോ ആ കാര്യം തെളിയുന്നുമുണ്ട്. സോ അതിനുശേഷം എല്ലാവരും അവനെ അടിച്ചതിൽ സോറി പറയും. വിനയ്ക്ക് ദേഷ്യമുള്ളത് കൊണ്ട് വിനയ് ഹരിയുടെ മേലെ എല്ലാം അക്യൂസ് ചെയ്യുകയാണ് എന്ന് എല്ലാവരും പറയും. ഹരി ഇത് ചെയ്തത് എന്ന് വിനയാണ് പറയാൻ പറഞ്ഞത് എന്ന് അഞ്ജലി നേരത്തെ പറഞ്ഞതും ഇവർ കൂട്ടിച്ചേർക്കും. ആ സമയത്ത് വിനയുടെയും അഞ്ജലിയുടെയും റൊമാൻസ് ചെയ്തത് അന്ന് രാത്രിയിലുള്ള ഒരു ആക്ടറിൻ്റെ മകൾ കണ്ടിട്ടുണ്ട് എന്ന് ഇവർ പറയും. സോ ഇത് ആക്ടർ ചോദിക്കും. വിനയ് അതിനെ എതിർത്ത് പറയും, തനിക്കൊരു ഭാര്യയുണ്ട്, അതുകൊണ്ട് അഞ്ജലിയുമായിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വിനയ് പറയുന്നു. അഞ്ജലിക്ക് ഇത് ഇഷ്ടപ്പെടുന്നില്ല. വിനയ് പറയും, അന്ന് റൊമാൻറ്റിക് റിഹേഴ്സൽ ചെയ്തതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്ന്. സോ എല്ലാവരും വിനയോട് സോറി പറയുന്നു. അഞ്ജലിക്ക് ദേഷ്യം തോന്നി അഞ്ജലി റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുന്നു. എന്നാൽ എല്ലാവരും അഞ്ജലിക്ക് എതിരാണ്. കാരണം ഭാര്യയുള്ള ഒരാളെ സ്നേഹിച്ചതിന്. അഞ്ജലി ഒരു ക്യാരക്ടർലെസ് ഗേൾ ആണ് എന്ന് അവർ പറയുന്നു. ഹരിയെ അക്യൂസ് ചെയ്യാതെ എല്ലാ കുറ്റവും അഞ്ജലിക്ക് മേലെ അവർ കെട്ടിവെക്കുന്നു. അവളുടെ ഡ്രസ്സിങ് സെൻസ് ശരിയല്ല, സ്വഭാവം ശരിയില്ല, കള്ളം പറയുന്നവളാണ് അവൾ, എല്ലാം അവൾ ഹാലൂസിനേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെ അവർ പറയുന്നു. അഞ്ജലി അവിടെ നിന്നും ഇതൊന്നും കേൾക്കാൻ വയ്യാതെ പുറത്തു പോകുന്നു. ഹരി എല്ലാവരെയും യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്ന കാര്യവും 8 ലക്ഷം രൂപയുടെ കാര്യവും ഒക്കെ വിനയ് അഞ്ജലിയോട് പറയുന്നു. ഇതൊക്കെ കേട്ടതിന് ശേഷം അഞ്ജലിയോട് കേസ് പിൻവാങ്ങാനും ഇങ്ങനെ കേസിനൊന്നും പോകണ്ട എന്നും വിനയ് പറയുന്നു. ഇതൊക്കെ കേട്ടിട്ട് അഞ്ജലിക്ക് വിഷമവും വരുന്നുണ്ട്, ചിരിയും വരുന്നുണ്ട്. അവൾ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നു. അവൾ ആ ഡ്രാമ കമ്പനി ഉപേക്ഷിക്കുന്നു. അതിനുശേഷം മദനെ കാണിക്കുന്നു. മദൻ റിസോർട്ടിൽ പോയി CCTVയുടെ ഫൂട്ടേജ് ചോദിക്കുന്നു. അത് റെക്കോർഡായിട്ടില്ല എന്ന് മദനോട് അവർ പറയുന്നു. മദൻ ഹരിയെ വിളിക്കുന്നു. എന്നിട്ട് യൂറോപ്പ് ട്രിപ്പിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ട്രിപ്പേ ഇല്ല എന്ന് അയാൾ പറയുന്നു. അയാൾ ഇവരെ എല്ലാം പറ്റിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാണെന്നും അയാൾ ഇപ്പോൾ വേറൊരു മൂവിയുടെ ഷൂട്ടിങ്ങിലാണ് എന്നും അയാൾ പറയുന്നു. ഇത് കേട്ടിട്ട് എല്ലാവർക്കും വിഷമമായി. എല്ലാവരും അടിയാകുന്നു പരസ്പരം, അഞ്ജലിയെ തെറ്റിദ്ധരിച്ചതിനും എല്ലാം കാണിച്ചു കൂട്ടിയതിനും. അഞ്ജലി ഡ്രാമ കമ്പനി ഉപേക്ഷിച്ച് വേറൊരു കമ്പനി തുടങ്ങുന്നു. അവിടെ ഈ കഥയെ ബേസ് ചെയ്ത് ഒരു ഡ്രാമ അവൾ സ്വന്തമായി ഡയറക്റ്റ് ചെയ്യുന്നു. അതിൽ അവസാനം ആ കുറ്റം ചെയ്ത ആൾ അഞ്ജലിയെ കണ്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതായി കാണിക്കുന്നു. അയാൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന സമയത്ത് അഞ്ജലി അയാളോട് പറയുന്നു. അയാളുടെ മുഖത്ത് പോലും നോക്കാൻ അഞ്ജലിക്ക് തോന്നുന്നില്ല. അഞ്ജലി അയാളോട് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ ചെയ്തതുപോലെയാണ് എനിക്ക് 12 പേരുടെ ഭാഗത്തു നിന്നും അനുഭവിക്കേണ്ടി വന്നത്. എന്നെ അവസാനം എല്ലാവരും കുറ്റക്കാരിയാക്കിയില്ലേ എന്ന് ചോദിക്കുന്നു അഞ്ജലി. അഞ്ജലിയുടെ പെർഫോമൻസ് കണ്ട് ഓഡിയൻസ് എല്ലാവരും കൈയടിക്കുന്നു. ഡ്രാമ ഹിറ്റായി. ഇതെല്ലാം ആ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്ന് 12 പേരും കാണുന്നുമുണ്ട്. ഇത് കണ്ട് അവർക്ക് വല്ലാതെ റിഗ്രറ്റ് ഉണ്ടാകുന്നു. ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഈ മൂവി ഇവിടെ എൻഡ് ആകുന്നത്. സോ മൂവി ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ അടുത്ത വീഡിയോയിൽ കാണാം. See ya.